അപ്പൊ നമ്മൾ ആദ്യം തന്നെ ജ്യൂസ് ആയിട്ട് അടിക്കുന്നത്. അപ്പോൾ നമ്മൾ ടെൻഡർ കോക്കനട്ടിന്റെ പൾപ്പായിട്ടാണ് വാങ്ങിയിട്ടുള്ളത് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പൈനാപ്പിൾ അടിക്കാൻ വേണ്ടി പ്ലാൻ. നമ്മള് പ്രസിഡന്റ് കാരൊക്കെ കൊടുത്തിട്ട് നമ്മൾ നോമ്പ് തുറക്കലാണ്. ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുമ്പോൾ സാധാരണത്തെ പോലെ കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല കേട്ടാ. ഇന്നത്തെ വ്ലോഗിന് ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ നമ്മളെ ഒരു കുടുംബശ്രീ ഉണ്ട്. അപ്പോൾ നമ്മളെ കുടുംബശ്രീന്റെ വക ഒരു ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട് കേട്ടാ. കീർത്തി കുടുംബശ്രീ കേട്ടോ. അപ്പൊ നമ്മളെ കുടുംബശ്രീന്റെ പേരാണ് കേട്ടാ, കീർത്തി കുടുംബശ്രീ. അപ്പൊ കുടുംബശ്രീന്റെ വക ഇന്ന് ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ വലിയ രീതിയിലൊന്നുമല്ല കേട്ടാ, ചെറിയ രീതിയിൽ കുറച്ച് ജ്യൂസും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ കട്ട് ചെയ്യാനുണ്ട്. അപ്പൊ അതിന്റെ പരിപാടിയില്ല കേട്ടാ നമ്മള്. അപ്പൊ ഇനി നമുക്ക് അടുക്കളയിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ജ്യൂസ് ആയിട്ട് അടിക്കുന്നത്. അപ്പൊ നമ്മൾ ടെൻഡർ കോക്കനട്ടിന്റെ പൾപ്പായിട്ടാ വാങ്ങിയിട്ടുള്ളത് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പൈനാപ്പിൾ അടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ് ആദ്യം. പെട്ടെന്ന് പ്ലാൻ മാറ്റി. ഇവരെ സ്കൂളിൽ നിന്ന് ഒരു മാഷ് പറഞ്ഞ് കോക്കനട്ടിന്റെ പൾപ്പ് വാങ്ങാൻ കിട്ടും, അത് ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നമ്മൾ വെറൈറ്റി ആക്കാന്ന് വിചാരിച്ചിട്ട് പ്ലാൻ മാറ്റി. എല്ലാരും ഞെട്ടിക്കാന്ന് വിചാരിച്ചു. അപ്പൊ പാലും ചേർത്തിട്ടായിട്ട് അടിക്കേണ്ടത്. ഇതിനകത്ത് തന്നെ ഷുഗർ ഉണ്ട്. പാല് ചേർത്തിട്ട് അടിച്ചാൽ മതി. അപ്പൊ നമുക്ക് അത് തന്നെ ജ്യൂസ് അടിക്കാം. അപ്പൊ ഇതിന്റെ കൺസിസ്റ്റൻസി നോക്കിയാ നല്ല ഐസ്ക്രീം പോലെ ഉണ്ട് കേട്ടാ. ഇതാ, അപ്പൊ നമുക്ക് ഒഴിച്ചെടുക്കാം. അപ്പൊ പാലും കൂടി ചേർത്തിട്ട് അടിക്കാട്ടാ. അപ്പൊ എല്ലാം ഇതുപോലെ തന്നെ അടിച്ചെടുക്കാം. നമ്മള് 20 പേരുണ്ട്. അപ്പൊ അതിന് കൊണ്ടുപോകാൻ മാത്രമുള്ള പാത്രം, അതായത് നമ്മള് ക്ലബിൽ വെച്ചിട്ടാട്ടാ നമ്മൾ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കുന്നത്. അപ്പൊ 20 ആളെയും ഉൾക്കൊള്ളാനുള്ള ഒരു സ്ഥലം വേണ്ടേ. അപ്പൊ ക്ലബിൽ വെച്ചിട്ടാണ്. അപ്പൊ അവിടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു എളുപ്പ വഴി കൊണ്ടാണ് ബക്കറ്റിലാക്കിയിട്ടുള്ളത് കേട്ടാ. അപ്പൊ നമ്മളെ ജ്യൂസ് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടാ. അപ്പൊ അമ്മേന്റെ വക അമ്മയായിരുന്നു ചക്ക ചെയ്തിടുന്നുണ്ടേ. നമുക്ക് എന്തായി നോക്കാലോ. നല്ല മധുരമുള്ള ചക്കയാട്ടാ. ഞാൻ കുറച്ച് പ്രയാസമായത്. അതെ, പക്ഷെ ഇങ്ങനെ പറിക്കുമ്പോ ഒരു ടൈറ്റ് കിട്ടുന്നില്ല. അപ്പൊ ഒരു പഴുത്ത ചക്ക ഉണ്ടായിരുന്നു കേട്ടാ. അന്നേരം വിചാരിച്ച് വത്തക്കൊക്കെ മുറിച്ചെടുക്കുന്നതിന്റെ കൂട്ടത്തിൽ ചക്കയും കൂടി എടുക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതും കൂടി ഒരു വെറൈറ്റി ആവുമല്ലോ. അപ്പൊ നമ്മള് അത്യാവശ്യ സാധനങ്ങളെല്ലാം സെറ്റൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടാ. ബാക്കിയുള്ള എല്ലാം നമുക്ക് അവിടെ പോയി കാണാം കേട്ടാ. നമ്മളെല്ലാം സെറ്റ് ചെയ്യുന്ന പരിപാടി കേട്ടാ. എല്ലാരും കൊണ്ടുവന്ന സംഭവങ്ങളെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്യലാണ്. സ്മിതേച്ചി അതാ വത്തക്ക മുറിക്കുന്നുണ്ട്. സ്മിതേച്ചി അതാ നെയ്യപ്പം എടുത്ത് വെക്കുന്നുണ്ട്. ഇത് ചക്ക. ഇതാ നമ്മളെ കുടുംബശ്രീയിൽ നിന്നുള്ള ഒരു ചേച്ചി ഉണ്ടാക്കിക്കൊണ്ടു കേട്ടാ പോള. പിന്നെ അതുപോലെ തന്നെ വേറൊരു ചേച്ചി ഉണ്ടാക്കിയതാ പക്കവട. പിന്നെ ഇത് പോള പോലെ തന്നെ വേറൊരു സംഭവം തോന്നുന്നു. അതേപോലെ വേറൊരു വെറൈറ്റി ഉള്ള സംഭവം. പിന്നെ ഇതും അതുപോലെ തന്നെ വേറൊരു പോള. പിന്നെ സ്മിതേച്ചി അതാ വത്തക്ക തോലിൽ കളഞ്ഞ് കുഞ്ഞായിട്ട് മുറിച്ചിടുന്നുണ്ട്. പിന്നെ പരിപ്പ് വട, ഉഴുന്നുവട, നെയ്യപ്പം, കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നോമ്പ് കൊടുക്കാൻ വേണ്ടിട്ട് ഈത്തപ്പഴം. നമ്മള് ജ്യൂസ് എടുക്കും. പിന്നെ നമ്മളെ കുടുംബശ്രീന്റെ പ്രസിഡന്റ് ആണ് റാബിയേച്ചി. ഇത്ര ദിവസം നോമ്പെടുത്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രസിഡന്റ് കാരൊക്കെ കൊടുത്തിട്ട് നമ്മൾ നോമ്പ് തുറക്കലാണ്. എടുത്തു.
വിചാരിച്ചിരുന്നു ഇങ്ങനെ ഒരു നോമ്പ് തുറ വെക്കണം, പക്ഷെങ്കിൽ ഇതുവരെ ആയിട്ടില്ല. ഇന്നാണ് നിങ്ങൾ ഒരുക്കിയെങ്കിൽ സംഗമത്തിന് നന്ദിയും കടപ്പാടുണ്ട്. എല്ലാവിധ ആശംസകളും. സഹകരിച്ച് നല്ല രീതിയിൽ നടന്നു ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് നല്ല സന്തോഷമായിരുന്നു. എല്ലാവരും കാര്യം എനിക്കറിയില്ല. അംഗങ്ങളാണുള്ളത്. അപ്പൊ ഈ ഒരു നോമ്പ് തുറ നമുക്ക് സംഘടിപ്പിക്കാന്ന് പറയുമ്പോൾ തന്നെ യാതൊരു മടിയും കൂടാതെ 20 ആളും ഒരുപോലെ തന്നെ എന്താ പറയുന്നത് എല്ലാവരും ഉണ്ടെങ്കിലേ നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ 20 പേര് സമ്മതിച്ച് ഒരുപോലെ ഇവിടെ പരിപാടി നടത്താൻ പറ്റി. അതുപോലെ തന്നെ നമ്മള് വല്ലാണ്ട് അങ്ങനെ ഒരു ക്ഷണം എന്നുള്ള രീതിയിൽ എല്ലാം ഇവരൊന്ന് അറിയിച്ചു. അപ്പൊ സ്നേഹത്തോടെ വന്ന് പിന്നെ നമ്മൾ 20 അംഗങ്ങൾ ഉണ്ടെങ്കിൽ എത്താൻ പറ്റാതെ ഒരു പരിപാടിയാണ്. അപ്പൊ പിന്നെ എല്ലാരും എത്തി, പരിപാടി നല്ല രീതിയിൽ നടന്നു. അപ്പൊ എല്ലാവരോടും ഒരുപോലെ സ്നേഹം. എല്ലാവർക്കും റംസാൻ ദിന ആശംസകൾ നേരുന്നത്. അപ്പൊ നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും സ്ഥലത്തുനിന്ന് വിട്ടിട്ടുണ്ട്. അപ്പൊ ഗംഭീരമായിട്ട് സന്തോഷകരമായിട്ട് നമ്മൾ ഇപ്പോൾ ഉള്ളത് പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പൊ നമ്മളെ കുടുംബശ്രീ തുടങ്ങിയിട്ട് 25ഓളം കൊല്ലമായി അല്ലേ? 25 വർഷമായി. നിതേച്ചി നമ്മുടെ കുടുംബശ്രീയിൽ 15 കൊല്ലമായി. ഞാൻ കല്യാണം കഴിഞ്ഞ പോലെ 9 കൊല്ലമായി. അപ്പൊ ആദ്യത്തെ നോമ്പ് തുറയാണ് നമ്മുടെ കുടുംബശ്രീയിൽ സംഘടിപ്പിച്ചല്ലേ. അടുത്ത വർഷം നമ്മൾ ഇതിലും വെച്ചുകൊണ്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. നമ്മളെ ഈ ഏരിയയിൽ ഒരു മാതൃക എന്നുള്ള രീതിയിൽ നമ്മളിപ്പോ തുടങ്ങി വെച്ചിട്ടുള്ളത്. അപ്പൊ അതില് സന്തോഷം. അതുപോലെ തന്നെ എല്ലാവർക്കും അല്ലെ നോമ്പ് തുറ ആശംസകൾ അറിയിച്ചുകൊണ്ട് നമ്മളെ വീഡിയോ ഇത് നിർത്തുന്നു. അപ്പൊ